ഒരു ശാന്തമായൊരു രാത്രിയിൽ കുറെ കള്ളന്മാർ രാമുചേട്ടന്റെ തെങ്ങിൻ തോട്ടത്തിലേക്ക് ആയുധങ്ങളുമായി കയറി. കള്ളൻ പാച്ചുവും അവന്റെ കൂട്ടരുമാണ് കയറിയത്. കള്ളൻ പാച്ചുവും അവന്റെ കൂട്ടരും അതിഭീകരരായ തേങ്ങാമോഷ്ടാക്കളാണ്. അവരവിടെ കയറി തേങ്ങയിടാൻ തുടങ്ങി. അപ്പോൾ രാമുചേട്ടൻ ആ ശബ്ദം കേൾക്കുകയും പുറത്തേക്കിറങ്ങി നോക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആ കള്ളന്മാർ രാമുചേട്ടനെ ചുറ്റും വളഞ്ഞ് അവിടെയുണ്ടായിരുന്ന ആ മരത്തിൽ കെട്ടിയിട്ടു. രാമുചേട്ടൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചു. രാമുചേട്ടൻ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചിട്ടും അവർ വീണ്ടും ഭീഷണിപ്പെടുത്തി. പെട്ടെന്നൊരു ജീപ്പിന്റെ ശബ്ദം അവർ കേട്ടു. അത് മറ്റാരുടെയുമല്ല, കില്ലാടിയുടേതായിരുന്നു ആ ജീപ്പ്. ജീപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കില്ലാടി ഉണ്ടായിരുന്നില്ല. കില്ലാടിയില്ലെന്ന് അവർ മനസ്സിലാക്കിയതോടെ കില്ലാടി ഞങ്ങളെ പേടിച്ച് നാട് വിട്ടു കാണും എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ച് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ഇടിമുഴക്കവും മിന്നലുമുണ്ടായി. ആ ശബ്ദം കേട്ടത് മാത്രം അവർ പേടിച്ച് വിറച്ചോടി. ആ ഇടിമിന്നൽ ഒരു സിംഹത്തിന്റെ ഗർജനം തന്നെയായിരുന്നു. ആ ഇടിമിന്നലിന്റെ ഇടയിലൂടെ കില്ലാടി ചാടി. പാച്ചുവും അവന്റെ കൂട്ടരും കില്ലാടിയെ ആയുധങ്ങളുമായി ആക്രമിക്കാൻ തുടങ്ങി. കില്ലാടി ആരാണെന്ന് കാണിക്കാനായി അവരെയെല്ലാം വെറും കൈകൊണ്ട് തന്നെ നേരിട്ടു. അവരുടെ തോക്കിൽ നിന്ന് വന്ന വെടിയുണ്ടകൾ പോലും അവൻ വെറും കൈകൊണ്ട് തന്നെ തട്ടി താഴെയിട്ടു. കില്ലാടി അവരെയെല്ലാം പറന്നടിച്ച് തെറിപ്പിച്ചു. നിലത്തു വീണ അവരുടെ മുകളിലേക്ക് കയറി നിന്ന് കില്ലാടി തന്റെ അരയിലുണ്ടായിരുന്ന പാലെടുത്ത് കുടിച്ചു. രാമുചേട്ടന്റെ കുടുംബം കില്ലാടിയോട് നന്ദി പറഞ്ഞു. നാട്ടുകാർ സന്തോഷത്തിലായി. അവരുടെ സ്നേഹം വാങ്ങി കില്ലാടി യാത്ര തുടങ്ങി. അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി കില്ലാടിയുടെ വാഹനത്തിൽ നിന്ന് ചാടി വീണത്. കില്ലാടി ആദ്യം പേടിച്ചുപോയെങ്കിലും പിന്നെ ചിരിച്ച് കുട്ടികളുടെ കുറുമ്പിനൊപ്പം കൂടി. എല്ലാവരോടും നന്ദി പറഞ്ഞ് കില്ലാടി മടങ്ങി.